ബഫർ സ്റ്റോക്ക് ഇതൊരു നമ്മൾ കൺജങ്ഷൻ ഡിസ്ജങ്ഷൻ പഠിച്ച പോലത്തെ ഒരു ഓപ്പറേറ്റർ തന്നെയാണ്. The buffer stock is a binary operator defined by the following table. P ഉണ്ട്, Q ഉണ്ട്, P by Q, പിന്നെ P by Q എന്ന് വായിക്കുകയാണെങ്കിൽ P by Q എന്ന് വായിക്കാം. P യും Q യും ആയതുകൊണ്ട് 4 പോസിബിലിറ്റി: ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, false true, false false. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു രസകരമായിട്ടൊരു കാര്യം, ട്രൂ വന്നാൽ അത് ഫോൾസ് ആണ് അത്രേ, ബാക്കിയെല്ലാം ട്രൂ. അതാണ് ബഫർ സ്റ്റോക്കിന്റെ പ്രത്യേകത. Then verify the following. Negation P is equal to P by P. നോക്കാം. നാലാമത്തെ നമുക്ക് ചെയ്യാം. P disjunction Q is equal to P by P by Q by Q. അപ്പോൾ P Q 4 പോസിബിലിറ്റി നമ്മൾ എഴുതി. Then P disjunction Q എന്ന് പറഞ്ഞാൽ ഡിസ്ജങ്ഷൻ ആകുമ്പോൾ നമുക്കറിയാം ഫോൾസ് വന്നാൽ മാത്രമേ ഫോൾസ് വരുള്ളൂ, പിന്നെ ഒക്കെ ട്രൂ ആണ് എഴുതി. P by P, അപ്പോൾ P ബഫർ സ്റ്റോക്കിന്റെ പ്രത്യേകത എന്താ? 2 ഫോൾസ് വന്നാൽ മാത്രമേ ട്രൂ വരുള്ളൂ. അപ്പൊ കണ്ടോ, ഇവിടെ മാത്രമേ ട്രൂ വരുള്ളൂ, ഇത് മാത്രമേ ട്രൂ ഉള്ളൂ, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഇത് മാത്രം ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ്. അതുപോലെ Q by Q, ക്യൂവിന്റെ കേസിലും അതെ, 2 ഫോൾസ് വന്നാൽ മാത്രമേ ട്രൂ വരുള്ളൂ, പിന്നെ ഒക്കെ ഫോൾസ്. ദെൻ ഇവ പരസ്പരം ബൈ എടുക്കുക. അപ്പൊ P by P by Q by Q. അപ്പൊ രണ്ടും ഫോൾസ് വന്നാൽ രണ്ടും ട്രൂ വന്നാൽ മാത്രം ഫോൾസ്, സോ ഫോൾസ്, പിന്നെ ഒക്കെ ട്രൂ. ഇത് കിട്ടിയിട്ടുണ്ടോ? P disjunction Q എന്ന ഈ കോളവും സെയിം ആണ്, അവിടെ ഈക്വലന്റ് ആണെന്ന് കിട്ടി. ബാക്കി പ്രോബ്ലംസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ക്വാണ്ടിഫയേഴ്സ്. ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാണ് ക്വാണ്ടിഫയേഴ്സ്. ഇത്രയും കണ്ട ട്രൂത്ത് ടേബിൾ പോലത്തെ ഒരു ടോപ്പിക് അല്ല ഇത്. കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ചൊന്ന് തുടക്കം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, പിന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ +2 പല നൊട്ടേഷൻസ് ആയിട്ടും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. +2 നമ്മളത് അങ്ങനെ വായിച്ചു പോകാൻ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്നു. ഇതെങ്ങനെയാണത് വരുന്നതെന്ന്, എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊന്ന് ഭംഗിയായിട്ട് പഠിക്കുന്നു എന്ന് മാത്രം. ക്വാണ്ടിഫയേഴ്സ്: expressions involving variables such as x greater than 3, x is equal to y plus 1, x plus y is equal to z are neither true nor false. ഇത് ട്രൂ അല്ല ഫോൾസും അല്ല. കാരണം എന്താ? എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ട്രൂ ആയി, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോൾസ് ആയി. അതുപോലെ തന്നെ എല്ലായിടത്തും ഈ എക്സും വൈയും വേരിയബിൾസിനെ വാല്യൂസ് കൊടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ട്രൂ അല്ല ഫോൾസും അല്ല. Are neither true nor false when the values of the variables are not specified. വാല്യൂസ് കൃത്യമായി പറയാത്തിടത്തോളം കാലം നമുക്ക് ഇതിനെ ട്രൂ ആണോ ഫോൾസ് ആണോ പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ്, if the values of the variables are not specified, these type of expressions are not proposition. നമ്മൾ തുടക്കം മുതൽ കണ്ടൊരു കാര്യമാണ്, പ്രപ്പോസിഷൻ ആവണമെങ്കിൽ എന്ത് വേണം? ട്രൂ ഫോൾസോ ആവണം. അപ്പോൾ വേരിയബിൾസിന്റെ വാല്യൂസ് കൃത്യമായി പറയാത്തിടത്തോളം കാലം നമുക്കിത് പ്രപ്പോസിഷൻസ് ആയിട്ട് ഇതിനെ കരുതാൻ പറ്റില്ല. However, it can be transformed into a proposition by assigning values to variables x. അപ്പോൾ എക്സിന്റെ വാല്യൂസ് കൊടുത്ത് നമുക്ക് പറയാം ഇത് ട്രൂ. എക്സിന്റെ വേരിയബിൾസ് കൊടുത്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണെന്ന് പറയാം. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണ്, എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആണ്. The expression x greater than 3 has 2 parts. ഇതിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന്, the first part വേരിയബിൾ എക്സ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എക്സ് എന്ന വേരിയബിൾ വരുന്ന പാർട്ട്, അതിനെ പറഞ്ഞ പേരാണ് ഇറ്റ്സ് നോൺ ആസ് ദി സബ്ജക്ട് ഓഫ് ദി എക്സ്പ്രഷൻ. അപ്പോൾ എക്സ് ആണ് സബ്ജക്ട് ഓഫ് ദി എക്സ്പ്രഷൻ. ദെൻ ദ സെക്കൻഡ് പാർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 3 ഈസ്
greater than 3 നമ്മൾ ഈ ചിഹ്നം ഉണ്ടല്ലോ ഈ സൈൻ ഉണ്ടല്ലോ ഈ സൈൻ ഈ greater than 3 എന്ന സൈൻ അതിനെ is known as the predicates അതിനാണ് നമ്മൾ predicates എന്ന് പറയാ which refers to your property that the subject can have ആ predicates ൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത് predicates ആണ് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് subject can have the property that subject can have. അപ്പോൾ ഞാൻ പറഞ്ഞു x എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ഓഫ് ദ എക്സ്പ്രഷൻ ആണ് ആ സബ്ജക്റ്റിന് എന്താണ് പ്രോപ്പർട്ടി ഉള്ളത് എന്ന് കാണിക്കുന്നതാണ് predicate that is predicate. Here we can denote the statement x greater than 3. Here we can denote the statement x greater than 3 by p of x. അപ്പോൾ p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x greater than 3 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോ ഞാൻ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല, പക്ഷെ താഴെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. where ഇപ്പൊ p തന്നിട്ടുള്ളതിനെ p of x എന്ന് വിളിക്കാം. where p denotes the predicate x greater than p denotes the predicate greater than 3 and x is the variable. p എന്ന് പറഞ്ഞാൽ greater than 3 നെയും x എന്ന് പറയുന്നത് വേരിയബിളിനെയും സൂചിപ്പിക്കുന്നു. Here p is also called the propositional function. p നെ പറയുന്ന പേരാണ് മറ്റൊരു പേരാണ് propositional function. Once a value has been assigned to the variable x, the propositional function p of x become a proposition and has a truth value. അതായത് നമുക്ക് നോക്കാം p let example നമുക്ക് പറയാം let p of x denote x greater than 3. ഇപ്പൊ ഇതെന്താണ് p എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷൻ ആണ് പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ ആണ് x എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് that is p എന്ന് പറഞ്ഞ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് x വെക്കുമ്പോഴാണ് x greater than 3 വന്നത്. ഇതെന്താണെന്ന് നമുക്ക് അറിയില്ല ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് അറിയില്ല. പക്ഷെ ഈ x നെ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ x നെ ഞാൻ 5 എന്ന് കൊടുത്താൽ 5 greater than 3 അത് ട്രൂ ആണ്. അപ്പോൾ x നെ 5 എന്ന് കൊടുത്താൽ എന്താവും p of 5 ആവും. x നെ 5 എന്ന് കൊടുത്താൽ p of x എന്നത് p of 5 ആവും. p of 5 is a proposition with a truth value true. കാരണം എന്താ x greater than 3 ആണ് x വരെ 5 കൊടുത്തു 5 greater than 3 ആണ് so the truth value is true. അതുപോലെ മറ്റൊന്ന് p of x, y അതിന് നമ്മൾ x is equal to y plus 1 കൊടുക്കും. ഇവിടെ കണ്ടോ p of x, y ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ ആവും രണ്ട് വേരിയബിൾ മൂന്ന് വേരിയബിൾ ആവും കുഴപ്പമില്ല. ഇവിടെ രണ്ട് വേരിയബിൾ എന്ന് മാത്രം p of x, y അതിന് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ അതിപ്പോ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് അറിയില്ല. പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ ആണത് p of x എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ അതിന് ഞാൻ x is equal to y plus 1 ആണ് എന്റെ പ്രൊപ്പോസിഷൻ ഫംഗ്ഷൻ. അതിലെ രണ്ട് വേരിയബിൾ അതുകൊണ്ട് അതിനെ p of x, y എന്ന് വിളിച്ചു. ഇനി p of 2, 3 എന്തായിരിക്കും 2, 3 എന്ന് പറഞ്ഞിടത്ത് എന്താ p of x, y ആണ്. അപ്പൊ p of 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ന് പകരം 2 ഉം y ക്ക് പകരം 3 ഉം കൊടുക്കുക അല്ലെ. x ന് പകരം 2 കൊടുക്കുമ്പോൾ 2 is equal to y എന്ന് പറയുന്നത് 3 plus 1 2 is equal to 3 plus 1 തെറ്റല്ലേ അത് 2 equal to 4 അല്ലല്ലോ. അത് ഫോൾസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് predicates എന്താണ് x greater than 3 x less than 3 അങ്ങനെയൊക്കെ ചിഹ്നം ഇപ്പൊ equal to അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയാ അവിടെയൊക്കെ നമ്മൾ predicates ഉപയോഗിക്കുന്നത് predicates വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം p denote the predicates greater than 3 and x is the variable p of x ലെ p എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം വെച്ച് വരുന്നതിനാണ് predicates എന്ന് പറയാ. x എന്ന് പറഞ്ഞ വേരിയബിൾ